ഇപ്പോൾ ആപ്പിൾ ഐഫോൺസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോൺടാക്ട് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട്സിലോട്ട് പോവാതെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കോൺടാക്റ്റിനെ കോൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിഡ്ജറ്റാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺസിൽ എങ്ങനെ കോൺടാക്ട് വിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഓൾറെഡി ഉള്ള വിഡ്ജറ്റ് ഞാൻ റിമൂവ് ചെയ്യാണ്. അതിനുശേഷം കോൺടാക്ട് വിഡ്ജറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിഡ്ജറ്റ് സെക്ഷനിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇതിൽ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കോൺടാക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൺടാക്ട് വിഡ്ജറ്റ്സ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരൊറ്റ കോൺടാക്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അല്ല നിങ്ങൾക്ക് 4 കോൺടാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 6 കോൺടാക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ റീസെൻ്റായിട്ട് കോൾ ചെയ്യുന്ന കോൺടാക്ട്സ് ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. എന്തായാലും ഈ ഒരു വിഡ്ജറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഡ്ജറ്റ് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് ഈ ഒരു കോൺടാക്റ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് സെപ്പറേറ്റ് കോൺടാക്ട്സിലോട്ട് പോവേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതുപോലുള്ള സിംഗിൾ കോൺടാക്റ്റാണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള ബട്ടൺസൊക്കെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിഡ്ജറ്റിൽ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോ ബട്ടൺസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ആപ്പിൾ ഐഫോൺസിൽ കോൺടാക്ട് വിഡ്ജറ്റ് എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.